all, welcome back to Creative CSC. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. സോ സിങ്ക്രണസ് പ്രിമിറ്റീവ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സിങ്ക്രണസ് പ്രിമിറ്റീവ് എന്ന് പറയുമ്പോഴത്തേനും എന്താ ഫസ്റ്റ് പോയിന്റ് എഴുതിയിരിക്കുന്നത്, സെൻഡ് ആൻഡ് റിസീവ് പ്രിമിറ്റീവ് ഇസ് സിങ്ക്രണസ് ഇഫ് ദെയർ ഇസ് എ ഹാൻഡ് ഷേക്ക് വിത്ത് ഈച്ച് അതർ. അതായത് നമ്മുടെ സെൻഡും റിസീവ് പ്രിമിറ്റീവും സിങ്ക്രണസ് എന്ന് പറയണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, അവരുടെ ഇടയിൽ ഒരു ഹാൻഡ് ഷേക്ക് ഉണ്ടായിരിക്കണം. ഈ ഹാൻഡ് ഷേക്ക് തിയറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് CNL, 2 വേ ഹാൻഡ് ഷേക്ക്, 3 വേ ഹാൻഡ് ഷേക്ക്. ഹാൻഡ് ഷേക്കിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു കമ്പ്യൂട്ടർ A എന്ന് പറയുന്ന കമ്പ്യൂട്ടർ B എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ B എന്ന് പറയുന്ന കമ്പ്യൂട്ടർ തിരിച്ച് എനിക്ക് ആ മെസ്സേജ് കിട്ടിയിട്ടുണ്ടേ എന്നുള്ള അക്നോളജ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ A എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സെക്കൻഡ് മെസ്സേജ് അയക്കത്തുള്ളൂ. അതാണ് ഹാൻഡ് ഷേക്ക്. അപ്പോൾ സെൻഡിനും റിസീവിനും ഇടയിൽ ഒരു ഹാൻഡ് ഷേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സിങ്ക്രണസ് എന്ന് പറയുന്നൊരു സംഭവം എന്ത് ചെയ്യത്തുള്ളൂ, വർക്ക് ആവത്തുള്ളൂ, അല്ലെങ്കിൽ സിങ്ക്രണസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഓരോ മെസ്സേജിനും എന്ത് കൊടുക്കണം, റിപ്ലൈ കൊടുക്കണം. കിട്ടിയിട്ടുണ്ട് എന്നുള്ള അക്നോളജ്മെൻറ്റ് റിപ്ലൈ കൊടുക്കണം. അതാണ് ദ സെൻഡ് ആൻഡ് റിസീവ് പ്രിമിറ്റീവ് ഇസ് സിങ്ക്രണസ് ഇഫ് ദെയർ ഇസ് എ ഹാൻഡ് ഷേക്ക് വിത്ത് ഈച്ച് അതർ. രണ്ടാമത്തെ പോയിന്റ് എന്തുവാ, ദ പ്രോസസ്സിംഗ് ഓഫ് സെൻഡ് പ്രിമിറ്റീവ് completes only after it recognizes the receiver primitive has also been invoked and received the message properly. എന്താണ്, നമ്മുടെ സെൻഡ് പ്രിമിറ്റീവിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ റിസീവ് പ്രിമിറ്റീവിനെ റെക്കഗ്നൈസ് ചെയ്യണം. അതായത് ഇപ്പോൾ A എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സെൻഡ് ചെയ്യുവാണെങ്കിൽ B എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലോട്ടാണ് സെൻഡ് ചെയ്യണമെങ്കിൽ എന്താ, A റെക്കഗ്നൈസ് ചെയ്യണം, ഞാൻ സെൻഡ് ചെയ്യാൻ പോകുന്ന ആൾ B ആണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പ്രോപ്പറായിട്ടുള്ള ഡേറ്റ എന്ത് ചെയ്യണം, ആ B എന്ന് പറയുന്ന ആൾക്ക് അയച്ചാൽ മാത്രമേ സെൻഡ് പ്രിമിറ്റീവ് എന്ത് ചെയ്യത്തുള്ളൂ, കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്താണ്, ദ പ്രോസസ്സിംഗ് ഓഫ് സെൻഡ് പ്രിമിറ്റീവ് കംപ്ലീറ്റ്സ് ഓൺലി ആഫ്റ്റർ ഇറ്റ് റിക്കഗ്നൈസ് ദ റിസീവറിനെ റെക്കഗ്നൈസ് ചെയ്ത് ഹാസ് ഓൾസോ ബീൻ ഇൻവോക്ഡ്. അതായത് A ഇൻവോക്ക് ചെയ്ത് B എന്ന് പറയുന്ന റിസീവറിനെ റെക്കഗ്നൈസ് ചെയ്ത് മെസ്സേജ് B പ്രോപ്പർലി റിസീവ് ചെയ്താൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റൂ. The receive primitive complete after the data is completely copied into the receiver's user buffer. ഈ റിസീവിനെ സംബന്ധിച്ചോ എന്താ, റിസീവ് പ്രിമിറ്റീവ് കംപ്ലീറ്റ് ആവണമെന്ന് പറയണമെങ്കിൽ A തന്ന മെസ്സേജ് നെറ്റ്വർക്കിൽ നിന്ന് കോപ്പി ചെയ്ത് ഇതിൻ്റെ യൂസർ ബഫറിലോട്ട് അത് കോപ്പി ചെയ്താൽ മാത്രമേ എന്താ റിസീവ് പ്രിമിറ്റീവ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ദ റിസീവ് പ്രിമിറ്റീവ് കംപ്ലീറ്റ് ആഫ്റ്റർ ദ ഡേറ്റ ഈസ് കംപ്ലീറ്റ്ലി കോപ്പിഡ് ഇൻ ടു ദ റിസീവേഴ്സ് യൂസർ ബഫർ. നെറ്റ്വർക്കിൽ നിന്ന് ഡേറ്റ എന്ത് ചെയ്യണം, ഈ റിസീവറിൻ്റെ യൂസർ ബഫറിലോട്ട് കോപ്പീഡ് ആയാൽ മാത്രമേ റിസീവ് ബഫർ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റൂ. ഇതാണ് സിങ്ക്രണസ് പ്രിമിറ്റീവ്. ഇനി രണ്ടാമത്തെ പ്രിമിറ്റീവ് ഓപ്ഷൻ എന്താണ്, അസിങ്ക്രണസ് പ്രിമിറ്റീവ്. അതായത് എ സെൻഡ് പ്രിമിറ്റീവ് ഈസ് സെറ്റ് ടു ബി അസിങ്ക്രണസ് ഇഫ് കൺട്രോൾ റിട്ടേൺ ബാക്ക് ടു ദ പ്രൊസസ്സർ ആഫ്റ്റർ ദ ഡേറ്റ ഈസ് കോപ്പീഡ് ടു ദ യൂസർ ബഫർ. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു A എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ, B എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ആദ്യം എന്ത് ചെയ്യുന്നു, A എന്ന് പറയുന്ന സാധനം A എന്ന് പറയുന്ന കമ്പ്യൂട്ടർ അയച്ച മെസ്സേജ് ആദ്യം അതിൻ്റെ യൂസർ ബഫറിലോട്ട് കോപ്പി ചെയ്യും അല്ലേ, എന്നിട്ട് കേണൽ ബഫറിൽ കോപ്പി ചെയ്യും, ദെൻ നെറ്റ്വർക്കിൽ കോപ്പി ചെയ്യും. സോ ഇത് അസിങ്ക്രണസ് എന്ന് പറയണമെങ്കിൽ A അയച്ച മെസ്സേജ് യൂസർ ബഫറിലേക്ക് കോപ്പി ആയതിന് ശേഷം എന്താ, ഏത് പ്രോസസ്സറാണോ Aനെ മെസ്സേജ് അയക്കാൻ ഇൻവോക്ക് ചെയ്തത് ആ പ്രോസസ്സറിലേക്ക് ആ കൺട്രോൾ തിരിച്ചു പോയാൽ മാത്രമേ അത് അസിങ്ക്രണസ് പ്രിമിറ്റീവ് എന്ന് പറയാൻ പറ്റൂ. അതായത് ഒരു സെൻഡ് പ്രിമിറ്റീവ് ഈസ് സെറ്റ് ടു ബി അസിങ്ക്രണസ്, ഒരു സെൻഡ് പ്രിമിറ്റീവ് അസിങ്ക്രണസ് എന്ന് പറയണമെങ്കിൽ ഇഫ് കൺട്രോൾ റിട്ടേൺ ബാക്ക് ടു ദ പ്രോസസ്സർ, ഒരു പ്രോസസ്സറിലേക്ക് കൺട്രോൾ പോകണം. ഏത് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ Aന് മെസ്സേജ് അയക്കണം എന്ന് ഉള്ളൊരു ഇൻവോക്ക് കൊടുക്കുന്ന പ്രോസസ്സറിലോട്ട്. എപ്പോഴാണ് ഈ പ്രോസസ്സറിലോട്ട് കൺട്രോൾ പോവേണ്ടത്, ആഫ്റ്റർ ദ ഡേറ്റ ഈസ് കോപ്പീഡ് ടു ദ യൂസർ ബഫർ. Aയുടെ യൂസർ ബഫറിലോട്ട് ഡേറ്റ കോപ്പി ചെയ്തതിന് ശേഷം. ഓക്കെ, അതാണ് അസിങ്ക്രണസ് പ്രിമിറ്റീവ്. ഇനി ബ്ലോക്കിംഗ് പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എ പ്രിമിറ്റീവ് ഇസ് ബ്ലോക്കിംഗ് ഇഫ് കൺട്രോൾ റിട്ടേൺ ബാക്ക് ടു ദ ഇൻവോക്കിംഗ് പ്രോസസ്സർ ആഫ്റ്റർ ദ പ്രോസസ് കംപ്ലീറ്റ്. അതായത് നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം മാത്രം കൺട്രോള് പ്രോസസ്സറിലോട്ട് പോയാൽ.
അതായത് നേരത്തെ കേസിലെന്ന് പറയുമ്പോഴത്തേനും എന്താ ജസ്റ്റ് യൂസർ ബഫറിലോട്ട് കോപ്പി ചെയ്തിട്ട് കംപ്ലീറ്റ് കൺട്രോൾ പ്രോസസ്സറിലോട്ട് പോയാൽ മതി. ഇത് അങ്ങനെയല്ല, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മെസ്സേജ് യൂസർ ബഫറിൽ കോപ്പിയായി, യൂസർ ബഫറിൽ നിന്ന് കേണൽ ബഫറിൽ കോപ്പിയായി, കേണൽ ബഫറിൽ നിന്ന് നെറ്റ്വർക്കിലും കോപ്പി ആയതിനു ശേഷമേ കൺട്രോൾ പ്രോസസ്സറിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ ബ്ലോക്കിംഗ് പ്രിമിറ്റീവ് എന്ന് പറയും. എ പ്രിമിറ്റീവ് ഈസ് ബ്ലോക്കിംഗ് ഇഫ് കൺട്രോൾ റിട്ടേൺ ബാക്ക് ടു ദ ഇൻവോക്കിംഗ് പ്രോസസ്സർ ആഫ്റ്റർ ദ പ്രോസസ് കംപ്ലീറ്റ്. ഓക്കെ, ഇനി പറയുന്നത് എന്താ, നോൺ ബ്ലോക്കിംഗ് പ്രിമിറ്റീവ് ആണ്. അപ്പം നമുക്ക് നോൺ ബ്ലോക്കിംഗ് പ്രിമിറ്റീവ് എന്താണെന്ന് നോക്കാം. എ പ്രിമിറ്റീവ് ഈസ് സെറ്റ് ടു ബി നോൺ ബ്ലോക്കിംഗ് ഇഫ് കൺട്രോൾ റിട്ടേൺ ബാക്ക് ടു ദ ഇൻവോക്കിംഗ് പ്രോസസ്സർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഇൻവോക്കേഷൻ ഈവൻ ത്രോ ദ ഓപ്പറേഷൻ ഹാസ് നോട്ട് കംപ്ലീറ്റഡ്. അതായത് നമ്മുടെ ബ്ലോക്കിംഗ് പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഓപ്പറേഷനും കഴിഞ്ഞിട്ടാണ്. ഇതങ്ങനെയല്ല, എന്താ യൂസർ ബഫറിൽ കോപ്പി ആയോ കേണൽ ബഫറിൽ കോപ്പി ആയോ ഒന്നുമേ നോക്കത്തില്ല. ഇൻവോക്ക് കൊടുത്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുന്നു, കൺട്രോൾ പ്രോസസ്സറിലോട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ നോൺ ബ്ലോക്കിംഗ് പ്രിമിറ്റീവ് എന്ന് പറയും. ഇഫ് കൺട്രോൾ റിട്ടേൺ ബാക്ക് ടു ദ ഇൻവോക്കിംഗ് പ്രോസസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻവോക്കേഷൻ, അതായത് നമ്മുടെ പ്രോസസ്സർ ഇതാണെങ്കിൽ പ്രോസസ്സർ എ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന് ഇൻവോക്ക് കൊടുത്ത ഉടനെ തിരിച്ച് കൺട്രോൾ പ്രോസസ്സറിലോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് എ കോപ്പി ചെയ്തോ യൂസർ ബഫറിലോ കേണൽ ബഫറിലോ കോപ്പി ചെയ്തോ എന്നൊന്നും നോക്കാതെ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്ത് കൺട്രോൾ തിരിച്ച് പ്രോസസ്സറിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, നോൺ ബ്ലോക്കിംഗ് പ്രിമിറ്റീവ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് നോൺ ബ്ലോക്കിംഗ് സെൻഡ് the control is returned back to the processor immediately without after the data is copied to user buffer. എന്താ ഞാൻ പറഞ്ഞതാണ്, അതായത് നമ്മുടെ നോൺ ബ്ലോക്കിംഗ് സെൻഡിലാണെങ്കിൽ, അതായത് നമ്മൾ നോൺ ബ്ലോക്കിംഗ് സെൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ എന്താ, കൺട്രോൾ റിട്ടേൺ ബാക്ക് ടു ദ പ്രോസസ്സർ. അതായത് സെൻഡിൻ്റെ സമയത്ത് ഇത് എക്ക് എന്ത് ചെയ്യുന്നു, ഇൻവോക്ക് കൊടുക്കും അല്ലേ, എന്നിട്ട് എന്താ ആ പ്രോസസ്സറിലോട്ട് കൺട്രോൾ അപ്പോഴും തന്നെ പോവും. എന്താ, വിത്തൗട്ട് ആഫ്റ്റർ ദ ഡേറ്റ ഈസ് കോപ്പി ടു ദ യൂസർ ബഫർ. ഡേറ്റ യൂസർ ബഫറിലോട്ട് കോപ്പി ചെയ്യുന്നതിന് മുമ്പേ. ഇൻ ദ കേസ് ഓഫ് നോൺ ബ്ലോക്കിംഗ് റിസീവ് ദ കൺട്രോൾ ഈസ് റിട്ടേൺ ബാക്ക് ടു ദ പ്രോസസ്സർ ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് ആഫ്റ്റർ ദ ഡേറ്റ ഈസ് റിസീവ്ഡ്. അതുപോലെ നോൺ ബ്ലോക്കിംഗ് റിസീവിലാണെങ്കിൽ കൂടി നമ്മുടെ എന്താ, ഇപ്പം ബി എന്ന് പറയുന്ന കമ്പ്യൂട്ടറിനും ഒരു പ്രൊസസ്സർ കാണുമല്ലേ, ഈ പ്രൊസസ്സർ ഇൻവോക്ക് ചെയ്യുമ്പോഴാണ് ബി എന്ത് ചെയ്യുന്നത്, ഡേറ്റ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇൻവോക്ക് കൊടുത്തിട്ട് ഈ പ്രൊസസ്സറിലോട്ട് എന്ത് ചെയ്യുന്നു, കൺട്രോൾ പോകുന്നു. അവിടെ ബിയുടെ യൂസർ ബഫറിലോ കേണൽ ബഫറിലോ ഡേറ്റ റിസീവ് ആയാന്ന് കൂടി നോക്കത്തില്ല. ഇൻ ദ കേസ് ഓഫ് നോൺ ബ്ലോക്കിംഗ് റിസീവ് ദ കൺട്രോൾ ഈസ് റിട്ടേൺ ബാക്ക് ടു ദ പ്രൊസസ്സർ. ബീനെ ഡേറ്റ റിസീവ് ചെയ്യാൻ ഇൻവോക്ക് ചെയ്ത പ്രൊസസ്സറിലോട്ട് കൺട്രോൾ പോകും. എപ്പോഴും, ഇമ്മീഡിയറ്റ്ലി, അപ്പം തന്നെ, വിത്തൗട്ട് ആഫ്റ്റർ ദ ഡേറ്റ ഈസ് റിസീവ്ഡ്. ഡേറ്റ റിസീവ് ആയോ ഇല്ലയോ എന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട്. ഇനി അടുത്ത 2 എക്സ്ട്രാ പോയിൻറ്റ്സ് 10ാമത്തെ പോയിന്റിൽ പറയാനുണ്ട്. ഇതിൽ ഹാൻഡിൽ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ വരും, ശ്രദ്ധിച്ചിരുന്നോണേ. ദ സിസ്റ്റം വിൽ ജനറേറ്റ് എ ഹാൻഡിൽ. ഇൻ ദ ഹാൻഡിൽ ഇറ്റ് ഹാവ് വെയിറ്റ് കോൾ. അതായത് നമ്മളിപ്പം ഏതൊരു സിസ്റ്റം ആയാലും, ഇപ്പം എ എന്ന് പറയുന്ന സിസ്റ്റം ആയാലും ബി എന്ന് പറയുന്ന സിസ്റ്റം ആയാലും അത് ഹാൻഡിൽ എന്ന് പറയുന്നൊരു സാധനം ജനറേറ്റ് ചെയ്യും. ഓക്കെ, ദ സിസ്റ്റം വിൽ ജനറേറ്റ് എ ഹാൻഡിൽ. ഇൻ ദ ഹാൻഡിൽ ഇറ്റ് വിൽ ഹാവ് വെയിറ്റ് കോൾ. ഈ ഹാൻഡിലിനകത്ത് എന്തുണ്ട്, വെയിറ്റ് കോൾ എന്ന് പറയുന്നൊരു കോളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ വെയിറ്റ് കോളിൻ്റെ ഫങ്ഷൻ ഒന്നുമല്ല, ഇപ്പം നമുക്ക് എക്ക് ബിയിലോട്ട് എന്താ കുറേ മെസ്സേജ് അയക്കാൻ കാണും. അപ്പോൾ ഈ അയക്കാനുള്ള മെസ്സേജ് എല്ലാം നമ്മുടെ ഹാൻഡിലാണ് സൂക്ഷിക്കുന്നത് ആദ്യം. അപ്പോൾ ഈ ഹാൻഡിൽ വെയിറ്റ് കോളുണ്ട്. അപ്പം ഈ ഒരു ഇപ്പം മെസ്സേജ് 1 എന്താ നമ്മുടെ ബിയിലോട്ട് പോയി കഴിഞ്ഞാൽ ആ മെസ്സേജ് 1ന് എന്ത് ചെയ്യുന്നു, വെയിറ്റ് കോൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അപ്പം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സിസ്റ്റത്തിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ മെസ്സേജ് പോയി ഏതൊക്കെ പോയില്ല എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് ദ സിസ്റ്റം വിൽ ജനറേറ്റ് എ ഹാൻഡിൽ. ഇൻ ദ ഹാൻഡിൽ ഇറ്റ് വിൽ ഹാവ് വെയിറ്റ് കോൾ വിച്ച് കണ്ടിന്യൂസ്ലി മോണിറ്റർ ദ ഓപ്പറേഷൻ. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ വെയിറ്റ് കോൾ മോണിറ്റർ ചെയ്യുന്നു. ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ ഓപ്പറേഷൻ ഈസ് ഡൺ ഓർ നോട്ട്. അതായത് ആ ഓപ്പറേഷൻ ഡൺ ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സെൻഡ് ആയോ സെൻഡ് ആയില്ലേ, സ്റ്റിൽ വെയിറ്റിങ്ങിലാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ ചെക്കിംഗ് എബോവ് മെൻഷൻഡ് ക്യാൻ ബി ഡൺ ഇൻ 2 ways. അതായത് നമ്മുടെ ഓപ്പറേഷൻ പോയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് 2 ways ഉണ്ട്. വി ക്യാൻ ചെക്ക് വെദർ ദ ഹാൻഡിൽ ഈസ് ഫ്ലാഗ്ഡ് ഓർ പോസ്റ്റ്. അതായത് നമ്മുടെ ഹാൻഡിൽ ഫ്ലാഗ് ചെയ്തോ അല്ലെങ്കിൽ പോസ്റ്റ് ആയോ എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓർ വെയിറ്റ് ഈസ് ഇഷ്യൂഡ്, അല്ലെങ്കിൽ വെയിറ്റ് ഇഷ്യൂ ചെയ്തോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ ഹാൻഡിൽ ഒരു സിസ്റ്റം ഫ്ലാഗ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്തുവാ, ആ സിസ്റ്റത്തിന് വെച്ചാൽ ഹാൻഡിൽ ഒരു സിസ്റ്റം എടുത്തു വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആ സിസ്റ്റത്തിൽ എന്തൊക്കെയോ ഓപ്പറേഷൻ അയക്കാനുണ്ട്. അതാണ് പറയുന്നത് വി ക്യാൻ ചെക്ക് വെദർ ദ ഹാൻഡിൽ ഈസ് ഫ്ലാഗ്ഡ് ഓർ പോസ്റ്റ്. സിസ്റ്റം ഹാൻഡിൽ ഫ്ലാഗ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്തുവാ, സിസ്റ്റത്തിന് എന്തൊക്കെയോ അയക്കാനുണ്ട്.
ഓർ ദ വെയിറ്റ് ഈസ് ഇഷ്യൂഡ്. ഇപ്പോൾ വൺസ് ഏതെങ്കിലും ഒരു സാധനം അയച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഹാൻഡിലെ വെയിറ്റ് ഇഷ്യൂ ചെയ്ത് എന്താ, ആ സിസ്റ്റം എന്തോ അയച്ചിട്ടുണ്ട്. സോ 11th പോയിൻറ്റ്, ലാസ്റ്റ് പോയിൻറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാവേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.